പലരുടെയും സംശയമാണ് എന്തിനാണ് വെള്ളത്തിൽ ഇങ്ങനെ വാഴയിലിട്ട് വെക്കുന്നത് എന്നുള്ളത്. അതിന് ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, നമ്മുടെ ചെറിയ ടാങ്ക് ആണെങ്കിലും വലിയ ടാങ്ക് ആണെങ്കിലും അഡൽട്ട് ടാങ്ക് ആണെങ്കിലും എല്ലാം അതിനകത്തെല്ലാം വാഴയിലയുടെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതെന്തിനാണെന്നും അതിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത് നന്നായിട്ട് ഉണങ്ങിയ വാഴയിലാണ്. അത് ടാങ്കിന്റെ സൈസിനും വെള്ളത്തിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ സൈസ് നമുക്ക് ക്രമീകരിച്ച് കൊടുക്കാൻ പറ്റും. നമ്മളിടുന്ന വാഴയില 1-2 ദിവസം ടാങ്കിലെ വെള്ളത്തിൽ കിടക്കുമ്പോൾ അത് താഴ്ന്നു പോകും. ക്രമേണ വെള്ളത്തിന്റെ കളറും വാഴയുടെ കളറും മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വെള്ളത്തിന്റെ കളർ മാറാനുള്ള കാരണം ഇലയിൽ നിന്നും ഒരു ടാൻ എന്ന് പറയുന്ന ഒരു ദ്രാവകം വെള്ളത്തിലൂടെ ലയിച്ച് അത് വെള്ളത്തിൽ കലരുന്നത് കൊണ്ടാണ് വെള്ളത്തിന്റെ കളർ ഡാർക്ക് യെല്ലോ ഷെയ്ഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ഇൻഫോസോറിയ പോലെയുള്ള മറ്റ് സൂക്ഷ്മജീവികളെല്ലാം ഉണ്ടാവുകയും മീനുകൾക്കൊക്കെ അത് കഴിച്ചിട്ട് വിശപ്പ് മാനേജ് ചെയ്യാനും പറ്റും കേട്ടോ. വെള്ളത്തിൽ ടാൻ കലരുന്നത് കൊണ്ട് വെള്ളത്തിന്റെ pH ലെവൽ കറക്റ്റ് ആവാനും മീനുകളുടെ രോഗപ്രതിരോധ ശേഷി കൂടാനും ഇതിലൂടെ കാരണമാകുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.